എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചിക്കൻ ഈ റെഡ് കളറിൽ ഇരിക്കാൻ കാരണം ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കനിൽ കുറച്ച് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് ചിക്കൻ വറുത്താലോ എന്നൊരു മൈൻഡ് വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എല്ലോട് കൂടിയ കഷ്ണം ഞാൻ എടുത്ത് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് തേർനാരങ്ങയുടെ നീരും തൈരും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല, കാരണം മുമ്പ് ഞാൻ ഇട്ടത് കൊണ്ട് പിന്നെ ഇടാനൊന്നുമില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഗരം മസാല ഞാൻ യൂസ് ചെയ്തിരുന്നത് വീട്ടിൽ തന്നെ മസാലക്കൂട്ട് വാങ്ങിച്ചിട്ട് പൊടിച്ചതാട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവും. നമ്മൾ പാക്കറ്റ് വാങ്ങുന്നത് അത്രയും കാര്യമില്ല, സ്മെല്ലുണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തിരുമ്മിയിട്ട് അത് മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എനിക്ക് ചിക്കൻ വറക്കുമ്പോൾ അത്യാവശ്യം വറവ് വേണം. എനിക്ക് അധികം വേവാത്ത ചിക്കനോട് താല്പര്യമില്ല, എനിക്കത് ഇഷ്ടമില്ല. ആ പച്ചയ്ക്ക് എനിക്കൊരു ടേസ്റ്റ്, എനിക്ക് അതുപോലെ ഷവായ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ചിക്കൻ വറക്കുമ്പോൾ നന്നായി തന്നെ മൊരിഞ്ഞ് കിട്ടണത് എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ വറുത്ത് എടുത്തു. പിന്നെ അതിന് ശേഷം എനിക്ക് ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ ഇതിന് ഇങ്ങനെ വെറുതെ കഴിക്കുന്നേക്കാളും ഭേദം നമുക്ക് കുറച്ച് എന്താ പറയുക, അതിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളക് സവോളൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഗ്രേവി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ സബോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും അതുപോലെ കുറച്ച് മല്ലിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണ്ട. വാട്ടിയാൽ മാത്രം പോരാ, നന്നായി ഒന്ന് മൊരിയിച്ചെണ്ണ എടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സോസ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണം. എനിക്ക് ടൊമാറ്റോ സോസ് കഴിഞ്ഞിരിക്കണം, കാരണം എനിക്ക് ആ ചേട്ടൻ ഒരു ചിക്കൻ റോള് വാങ്ങിച്ചപ്പോൾ അതിൽ ഒരു കെച്ചപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടാ, തട്ടിക്കൂട്ട് പരിപാടി കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് നമ്മുടെ കുത്തുമുളക്. അതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് ചിക്കൻ കൊണ്ടായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ സംഭവം. പിന്നെ അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി മുരിയിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു നുള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ, അതും ടേസ്റ്റ് തന്നെയാണ്. ഞാൻ കെച്ചപ്പ് ഇട്ടത് കൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചു. കുരുമുളകും ഇട്ട് കൊടുക്കാം, പക്ഷേ എനിക്ക് എരിവ് ഓൾറെഡി ഇതിൽ കൂടുതലായതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. ശേഷം നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചത് ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആ ഒരു ഗ്രേവി ചിക്കനിലേക്ക് പിടിക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കേ വേണ്ടൂ. ഞാൻ ഒരു ദിവസം യൂട്യൂബ് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ചിക്കൻ വറുക്കണ വീഡിയോ കണ്ടത് കേട്ടോ. അപ്പോൾ ഒരു വട്ടം ട്രൈ ചെയ്തു, അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ എപ്പോൾ ചിക്കൻ വാങ്ങിച്ച് വറുക്കുമ്പോഴും ഇങ്ങനെ തന്നെ വറുക്കാറുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ വെറുതെ വറുത്ത് കഴിക്കണൊക്കെ ടേസ്റ്റ് ഇങ്ങനെ വറുത്ത് കഴിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ കുക്കുമ്പറും ക്യാരറ്റും സബോളൊക്കെ എടുക്കാം കേട്ടോ. എനിക്ക് സബോള അങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്നത് വലിയ താല്പര്യമില്ല കേട്ടോ. ചിക്കൻ്റെ കൂടെ കുക്കുമ്പറും ക്യാരറ്റൊന്നും കുഴപ്പമില്ല, പക്ഷേ സബോള എനിക്കതിന് വലിയ താല്പര്യമില്ല. അവസാനം ഞാൻ ഈ ചിക്കൻ വറുത്തതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ പിഴിഞ്ഞ് കൊടുക്കും കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. ആ ഒരു പുളിപ്പും എരിവും എല്ലാം കൂടി ആകുമ്പോൾ ചിക്കൻ വറുത്തത് സൂപ്പറാണ് കേട്ടോ. അവസാനം നമുക്ക് ചിക്കൻ വറുത്തൊക്കെ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി കുരുമുളക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു കറുത്ത് നല്ല സൂപ്പർ ചിക്കനായിട്ട് കിട്ടും, പക്ഷേ എരിവ് നമ്മളെ കൊല്ലും. അങ്ങനെ ഞാനും ചേട്ടനും ചിക്കൻ ചുട്ടോടുകൂടി വറുത്തത് കഴിക്കാൻ തുടങ്ങി. ചേട്ടന് ചിക്കൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ വലിയ കൊതിയെന്ന് പറയാനില്ല, കഴിക്കും, അത്ര തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.